അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെച്ചാൽ ഒരു ബ്യൂട്ടി ടിപ്സ് ആണ്. ഇപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മുടെ ബ്യൂട്ടി ടിപ്സ് ഒക്കെ കാണിച്ചിട്ട്. അപ്പം ഇനിയിപ്പോൾ ഉണക്കും മഞ്ഞും വെയിലും എല്ലാം കൂടെ ഉണക്കം വെയിലൊക്കെ ഒന്ന് തന്നെയാണ്. മഞ്ഞും വെയിലും എല്ലാം കൂടെ ആയിക്കഴിയുമ്പോഴത്തേക്കും ഒരു കാറ്റും ഒക്കെ ആകുമ്പോഴത്തേക്കും തണുത്ത കാറ്റും ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ മുഖം എല്ലാം അങ്ങ് വലിഞ്ഞ് വലിഞ്ഞ് മുഖമൊക്കെ അങ്ങ് വല്ലാതാകാൻ തുടങ്ങും കേട്ടോ. അപ്പം നമ്മൾ എന്നെ ക്രീം ഇട്ടാലും ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അങ്ങ് ഇതാകും. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള സമയത്തൊക്കെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ മുഖത്തിന് നല്ല തിളക്കവും കിട്ടും. ആ ഒരു എന്നാ വലിച്ചിൽ മാറിക്കിട്ടും. അപ്പം അതെന്നൊക്കെയാണ് എടുക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പം നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഒത്തിരി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ളത് ആദ്യം എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ മുഖം നല്ലൊന്ന് സ്ക്രബ് ചെയ്യാവേ. ഇപ്പോൾ സ്ക്രബ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ കുറച്ച് നാളായി സ്ക്രബൊക്കെ ചെയ്തിട്ട് വെയിലൊക്കെ കൊണ്ട് നടക്കുമ്പോഴത്തേക്ക് വെയിലായി കഴിഞ്ഞാൽ എത്ര വെയിൽ കൊള്ളണ്ടെന്ന് വിചാരിച്ചാലുണ്ടല്ലോ നമ്മൾ വെയിൽ കൊണ്ട് പോകുന്നേ. എൻ്റെ ഒരു അവസ്ഥ അതാണ് കേട്ടോ. വേണ്ടാന്ന് വിചാരിക്കും. നേരത്തെ എല്ലാം മുറ്റത്തെ പരിപാടിയൊക്കെ തീർത്തണമെന്ന് വെച്ചാലുണ്ടല്ലോ വെയിലായി കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അത്യാവശ്യങ്ങൾ വരും. ഉണ്ടോ നമ്മുടെ വേഴാമ്പലാണ് വന്ന് തല്ലി പൊട്ടിക്കുന്ന ജനൽ. ഇപ്പോൾ ഇത് പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല, വെള്ള പാത്രവും പഞ്ചസാരയും കൂടെ ആകുമ്പോഴത്തേക്ക് കാണാൻ പറ്റത്തില്ല. ഇത് കണ്ടോ, പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. പഞ്ചസാരയും പിന്നെ നമ്മുടെ ബ്രൂവിൻ്റെ പൊടിയാണ് നമുക്ക് വേണ്ടത് സ്ക്രബ് ചെയ്യാനായിട്ടാണ്. ഇപ്പോൾ ബ്രൂവിൻ്റെ പൊടി നമുക്ക് ആവശ്യത്തിന് എടുക്കുക. പഞ്ചസാര ഒരുപാട് കട്ടിയുള്ളതാണെങ്കിൽ അതൊന്ന് ഇച്ചിരി നേരം ഒന്നിട്ടൊന്ന് അലിപ്പിച്ചതിന് ശേഷമേ എടുക്കാവുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് എന്നാന്ന് ചോദിച്ചാൽ പാല്. ഇപ്പോൾ പാലില്ലെങ്കിൽ കുഴപ്പമില്ല, ഇച്ചിരി വെള്ളമാണെങ്കിലും ചേർത്താൽ മതി. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ പാൽ കൊണ്ടൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. എന്നാണെന്നറിയോ, പാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു ഇച്ചിരി നെയ്യുടെ അംശം ഒക്കെ ചേരുന്നതല്ലേ. അപ്പം നമ്മുടെ മുഖം ഒരുപാട് അങ്ങോട്ട് ഈ വലിച്ചിലൊക്കെ മാറി കിട്ടുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഇത് നല്ലപോലെ ഒന്ന് ചാലിച്ചെടുക്കട്ടെ. പാല് നമുക്കിത് ചാലിക്കാനുള്ള അനുസരിച്ച് അത്രയും പാലെടുത്താൽ മതി കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് നമ്മുടെ പഞ്ചസാര ഒരു ഇച്ചിരി ഒന്ന് ചാലിച്ചെടുക്കുവാണേ. ചാലിച്ചെടുത്തതിന് ശേഷം നമുക്ക് മുഖത്ത് തേക്കാവേ. നല്ല ഇച്ചിരി കല്ല് പോലത്തെ ഒരു പഞ്ചസാരയാണ് എൻ്റെത്. അതൊന്ന് ഇച്ചിരി ഒന്ന് ചാലിച്ചോട്ടെ. ഇതിപ്പോൾ നല്ലപോലെ ചാലിച്ച് ഞാൻ എടുത്ത് കേട്ടോ. അപ്പം പൊടി പഞ്ചസാരയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇച്ചിരി കട്ടിയുള്ള പഞ്ചസാരയൊക്കെ ആകുമ്പോഴേ ഉള്ളൂ പ്രശ്നം. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇതിൻ്റെ പൊട്ടൊക്കെ ഒന്ന് മാറ്റട്ടെ. പൊട്ട് മാറ്റി പിന്നെ ഞാൻ ഇന്ന് ഇപ്പോൾ കഴുത്തേലും കൂടെ ചെയ്യാനായിട്ടാണേ. അപ്പം മുഖത്ത് മാത്രം ചെയ്തുണ്ടല്ലോ മുഖത്തിൻ്റെ ഒരു കളറ് കഴുത്തിൻ്റെ ഒരു കളറൊക്കെ ആയി. അപ്പോൾ ഇത് നമ്മൾ സ്ക്രബ് ചെയ്യുവാണേ. മുഖം നല്ലപോലെ ഒന്ന് പെരട്ടി കൊടുത്തതിന് ശേഷം ഒന്നിച്ചിരുന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ബ്രൂവിൻ്റെ പൊടിയും പഞ്ചസാരയും പാലും കൂടെ ആകുമ്പോണ്ടല്ലോ മുഖം നല്ലപോലെ വെളുക്കും നമ്മുടെ. ഇത് സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുഖത്തെ കുറേ ആ ഒരു കരിവാളിപ്പും കാര്യങ്ങളും ഒക്കെ മാറി മുഖത്തിന് ഒരിച്ചിരി നല്ല കളറ് കിട്ടും. നല്ലപോലെ മുഖത്ത് ഒന്ന് പഞ്ചസാര ശരിക്കും ഒന്ന് അലിപ്പിച്ച് കളയില്ല കേട്ടോ. നമ്മുടെ മുഖത്തൊന്ന് സ്ക്രബ് ചെയ്യാനായിട്ടുള്ളൊരു ചെറിയ ചെറിയ തരി പോലെ ഉണ്ടല്ലോ, അങ്ങനെ നമുക്ക് ചെയ്താൽ നമുക്ക് സ്ക്രബ് നല്ലത്. സ്ക്രബ് എന്ന് പറയുന്നതിന് ഒരു ചെറിയൊരു തരിയോട് കൂടിയുള്ള ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സ്ക്രബ് എന്നല്ല. മറ്റേതൊക്കെ നമ്മൾ മസാജ് എന്നല്ലേ പറയുന്നത്. ഇപ്പം നല്ലപോലെ ഒരു ഒരു മിനിറ്റെങ്കിലും കുറഞ്ഞ് നമ്മൾ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കണേ. പിന്നെ ഒന്ന് നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ ഒക്കെ ഒന്ന് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കാണാവേ. അപ്പോൾ ഞാൻ ഒരു മിനിറ്റോളം എൻ്റെ മുഖം നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് എടുത്തു കേട്ടോ. ഇനി തുടച്ച് മാറ്റുവാണേ. നിങ്ങൾക്ക് കഴുകിക്കളയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ബ്രൂവിൻ്റെ പൊടിയും പാലും പഞ്ചസാരയൊക്കെ ഇട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്ന കാണിച്ചപ്പോഴത്തേക്ക് ആരോ ഒരാൾ കമൻറ്റ് ഇട്ടു കേട്ടോ, ഇനി കാപ്പി കുടിക്കാമെന്ന് എന്നും പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊത്തത്തിൽ ഒരു മാറ്റം വരും കേട്ടോ. ഇത് എല്ലാ ദിവസവും ഒന്ന് സ്ക്രബ് ചെയ്യരുത് കേട്ടോ. മാസത്തിൽ 1-2 പ്രാവശ്യം അത്രയും ചെയ്യാവുള്ളൂ.
അല്ലെങ്കിൽ പിന്നെ മുഖം നല്ല ഇതാകാനായിട്ട് പിന്നെ പാല് പഞ്ഞി മുക്കി ഇച്ചിരി തണുപ്പിച്ച് വെച്ച് ആ പാല് പഞ്ഞി മുക്കി ഇങ്ങനെ മുഖം തുടയ്ക്കാമെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഞാൻ എൻ്റെ മുഖം ഒന്ന് നല്ലപോലെ ഒന്ന് കഴുകിയിട്ടും കൂടെ വരട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ മുഖം എല്ലാം ഒന്ന് നല്ലപോലെ തുടച്ച് എല്ലാം കഴിഞ്ഞ് കേട്ടോ. ഇനി നമുക്ക് വേണ്ട സാധനം എന്താണെന്ന് വെച്ചാൽ മുൾട്ടാണി മിട്ടിയാണേ. അത് നമ്മുടെ മുഖത്തിന് ആവശ്യമുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്, അല്ലാതെ ഒരു കണക്കില്ല. നമ്മുടെ മുഖത്ത് എന്തായാലും പറ്റണമെന്ന് വെച്ചാൽ അത്രയും എടുക്കുക. മുൾട്ടാണി മിട്ടി എടുത്തതിന് ശേഷം ഞാൻ ഇത് അങ്ങാടിക്കടയിൽ നിന്നാണ് മുൾട്ടാണി മിട്ടി മേടിച്ചേക്കുന്നത്. ഞാൻ ഇന്നാളും പറയാം, അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല സാധനങ്ങളാണ്, ക്വാളിറ്റികളാണ്. അപ്പം മുൾട്ടാണി മിട്ടിക്ക് അതോട്ട് ചേർക്കുന്നത് വെച്ചാൽ തൈരാണ് ചേർക്കുന്നത്. അപ്പോൾ തൈരും നമ്മുടെ മുഖത്തിന് ഈ വലിച്ചിലൊക്കെ വരുന്നതിനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ തൈര്. തൈരും മുൾട്ടാണി മിട്ടിയും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഇച്ചിരി ഒന്ന് ലൂസാക്കി തന്നെ മുഖത്ത് വെച്ചോട്ടെ. കാര്യം ഇത് മുഖത്ത് പറ്റിച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് ഉണങ്ങാൻ തുടങ്ങും. അന്നേരം ഇച്ചിരി ലൂസായിട്ട് നമ്മൾ പറ്റാന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒത്തിരി അങ്ങോട്ട് ഉണങ്ങി പിടിക്കത്തില്ല മുഖത്ത്. അപ്പം മുൾട്ടാണി മിട്ടി മുഖത്തിന് നല്ല ഇതാണ്, മുഖത്തെ പാട് പോകാനും ഒക്കെ നല്ലതാണ്, മുഖത്തിന് നല്ല കളർ കിട്ടാനും ഒക്കെ നല്ലതാണ്. അപ്പം ഞാൻ തൈരും മുൾട്ടാണി മിട്ടിയും കൂടെ മിക്സ് ചെയ്തു. ഇനി ഇത് മുഖത്തേക്ക് തേച്ച് കൊടുക്കുകയാണ്. മുഖമൊക്കെ വലിച്ചിൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. മുഖം നമുക്ക് ഒരു ശകലം പോലും വലിച്ചിൽ തോന്നത്തില്ല. ഇത് ഇങ്ങനെയുള്ള പായ്ക്കൊക്കെ മുഖത്തിട്ട് കഴിയുമ്പോഴത്തേക്ക് മുഖത്തിനൊരു തൈര് ചേർക്കുന്നവരാണ് കേട്ടോ നമുക്ക് അത്രയും നല്ലൊരു ഇത് കിട്ടുന്നത്. മുഖത്തിന് ആ ഒരു എന്നാ വലിച്ചിൽ മാറിയിട്ട് മുഖം ഒരു ഇച്ചിരി ഒരു സോഫ്റ്റായിട്ട് നമുക്ക് തോന്നും. ഇനിയിപ്പോൾ കുറേ ജനുവരി ഫെബ്രുവരി മാസം, ഇനിയിപ്പോൾ മാർച്ചൊക്കെ ആകുമ്പോഴാണെന്ന് പറഞ്ഞാലും ഈ ഉണക്കം അങ്ങോട്ടായി കഴിയുമ്പോഴാണ് നമുക്ക് മുഖം നിറച്ചും ഒരുമാതിരി വല്ലാതാകുന്നത്. അതുപോലെ തന്നെ പൗഡറൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ചിലർ പറയും മുഖത്ത് ഇങ്ങനെ ഇവിടെ എല്ലാം ഇങ്ങനെ ഒരുമാതിരി പൊരിഞ്ച് പോലെ പിടിച്ചിരിക്കും കേട്ടോ. അതൊക്കെ നമ്മൾ ഈ ഉണക്ക സമയത്താണ് നമ്മുടെ മുഖത്തിന് കൂടുതലും പ്രശ്നം അങ്ങനത്തെയൊക്കെ വരുന്നത്. അങ്ങനത്തെ പ്രശ്നമൊക്കെ നമ്മുടെ മുഖത്തിന് കൂടുതലും വരുന്നത് ഈ ഉണക്ക സമയത്താണ്. അപ്പോൾ അതിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇതിങ്ങനെ മുഖത്ത് തേക്കുന്നത്. അതുപോലെ ഇതെല്ലാ ദിവസവും തേക്കണമെന്നില്ല, ആഴ്ച 2-3 പ്രാവശ്യം ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ തൈര് ദിവസം മുഖത്തിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് തേക്കാമെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ ഈ ഉണക്ക സമയത്തൊക്കെ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം. മുടി വന്ന് കിടന്ന് അതിനകത്തോട്ട് മുടിയും കൂടെ കയറുന്നു. ഞാൻ ഈ എടുത്തത് മൊത്തം മുഖത്തോട്ടങ്ങ് തേക്കും കേട്ടോ. ഞാൻ മുഖത്തിന് തേക്കാനുള്ള ആവശ്യമുള്ളതാണ് എടുക്കുന്നത്, എന്നിട്ട് മുഖത്ത് നല്ലപോലെ അങ്ങ് തേച്ച് കൊടുത്തേക്കും. പിന്നെ ഒരു 10-15 മിനിറ്റ് വെച്ചാലും മതി കേട്ടോ. അതിൽ കൂടുതൽ വെക്കണമെന്നില്ല. 15 മിനിറ്റോളം ഒന്ന് മുഖത്ത് വെച്ചതിന് ശേഷം, അല്ലെങ്കിൽ അങ്ങ് ഏറ്റവും പോയി 20 മിനിറ്റ്, അതിൽ കൂടുതൽ വെക്കണമെന്നില്ല. എന്നിട്ട് മുഖം അങ്ങ് നല്ല, അത് കഴിഞ്ഞ് ഞാൻ പറയാം, വീഡിയോയിലൂടെ പറയാം ചെയ്ത് വെച്ചതിന്. ഇതിപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് നമ്മുടെ മുഖത്ത് നല്ലപോലെ ഒന്നെല്ലാം പുരട്ടി എല്ലാം സെറ്റാക്കി ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇച്ചിരി കട്ടിയിലിട്ട് കൊടുത്തോ കേട്ടോ, അല്ലാതെ തീരെ നൈസായിട്ട് ഇട്ട് കൊടുക്കണ്ട. കാര്യം അത് ഉണങ്ങുമ്പോഴത്തേക്ക് അത് നല്ല നമ്മുടെ സ്കിന്നിലേക്ക് അത് നല്ല ഇതായിട്ടൊന്ന് ഇതാണ്, അതുകൊണ്ടാണ്. മുൾട്ടാണി മിട്ടി തന്നെ മുഖത്ത് പറ്റില്ല കേട്ടോ. മുഖം ഒരുമാതിരി വലിച്ചിൽ പോലെ വരും. തൈരോ അല്ലെങ്കിൽ പാലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്ത് ചെയ്യാവുള്ളൂ. ചുമ്മാ വെള്ളത്തിൽ ചാലിച്ച് തേക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞുണ്ടല്ലോ, ഇത് കഴിയുമ്പോഴത്തേക്കും മുഖം ഒരുമാതിരി വല്ലാതായി പോകും കേട്ടോ. ഇനി നമുക്കൊരു 15-20 മിനിറ്റ് കഴിഞ്ഞ് കാണാം കേട്ടോ.
ഇത് മുഖത്തൊരു ശകലം ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം വിളിച്ചിട്ട് കൈ വെള്ളത്തിൽ മുക്കിയതിന് ശേഷമേ മുഖത്തൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം തുടയ്ക്കാവുള്ളേ. അല്ലാതെ അതിന് മുമ്പ് വർത്താനം ഒന്നും പറയല്. നമ്മൾ മുഖത്ത് ഏത് പായ്ക്കിട്ടാലും അതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർത്താനം പറയുന്നുണ്ടല്ലോ, മുഖത്ത് ഭയങ്കരമായിട്ട് ചുളിവ് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മിണ്ടാതെ തന്നെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതാണ് നല്ലത്. ഇല്ലെങ്കിൽ കൈ വെള്ളത്തിൽ മുക്കി വെച്ചോ അല്ലെങ്കിൽ തുണി വെള്ളത്തിൽ മുക്കി വെച്ചോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തുടച്ച് മാറ്റാം. 15 മിനിറ്റ് എടുത്ത് ഞാനത് മുഖത്തെ. ഇപ്പോൾ ഒരു ശകലം തുടച്ച് കാണിച്ച് വെച്ച് ഞാൻ പിന്നെ മുഖം കഴുകിയിട്ട് വരാം കേട്ടോ. ഇത് ഇച്ചിരി കട്ടിയിലായിട്ടുള്ളതുകൊണ്ട് നമ്മൾ മുഖം നല്ലപോലെ കഴുകിയെടുക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. ഇത് കേട്ടോ, നമുക്ക് മുഖത്ത് തൊടുമ്പോൾ അറിയാം കേട്ടോ, ആ ഒരു സോഫ്റ്റ് ആയിട്ട് തൈര് ചേർക്കുന്നതിനാണ് കൂടുതൽ നമുക്ക് ആ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ മുഖം ഇരിക്കുന്നത് കേട്ടോ. ഞാൻ മുഖം നല്ലപോലെ ഒന്ന് കഴുകി വെച്ച് വരട്ടെ. അപ്പോൾ എൻ്റെ മുഖമെല്ലാം നല്ലപോലെ കഴുകി കേട്ടോ. കഴുകി നല്ല ഇതായി. ഇപ്പം ആ സ്കിന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റായി. അപ്പം മുഖത്ത് അങ്ങോട്ട് ഒരു വലിയ വലിച്ചിലൊന്നുമില്ല. നമ്മൾ ആ തൈരൊക്കെ ചേർത്ത് ചെയ്തേക്കുന്നതുകൊണ്ട് വലിയ വലിച്ചിലൊന്നുമില്ല കേട്ടോ. മുഖമൊക്കെ നല്ലപോലെ കഴുകി കഴിയുമ്പോഴത്തേക്ക് തന്നെ ഒരു എനിക്ക് തന്നെ തോന്നുന്നത് നല്ലൊരു ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണ് തോന്നുന്നു കേട്ടോ. അപ്പം നമ്മൾ ഇത്രയും മുഖത്ത് ചെയ്തതിന് ശേഷം ഉണ്ടല്ലോ, നമ്മൾ ഒരു ഇച്ചിരി റോസ് വാട്ടറും ഗ്ലിസറിനും കൂടെ ഞാനിങ്ങനെ ഒരു കുപ്പിയിലാക്കി ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് വൈകിട്ട് കിടക്കാൻ നേരമൊക്കെ മുഖത്ത് കെട്ടാറുണ്ട് കേട്ടോ. ഇപ്പം ഇതൊരു ഇച്ചിരി ഇങ്ങനെ മുഖത്തോട്ട് ഇച്ചിരി വെള്ളം പോലെ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് മുഖത്തൊന്ന് തേച്ച് ഒന്ന് കൊടുക്കാമെങ്കിൽ ഉണ്ടല്ലോ, ഗ്ലിസറിനും റോസ് വാട്ടറും വേണ്ട മുഖത്തിന് നല്ലൊരു ഇതും കൂടെ കിട്ടും. നമ്മൾ ഏത് പായ്ക്ക് മുഖത്തിട്ടതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഉണ്ടല്ലോ, നല്ല റിസൾട്ടാണ് മുഖത്ത് കിട്ടുന്നത്. ഇത് ഞാൻ ഏത് പായ്ക്കിട്ടാലും ഞാൻ മുഖത്ത് തൂക്കാറുണ്ട് കേട്ടോ, ഗ്ലിസറിനും റോസ് വാട്ടറും കൂടെ ആയിട്ടുള്ളത്. കുറച്ച് മതി. ഞാനൊരു ശകലം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ഇത് കുറേ നാളത്തേക്കുണ്ട് കേട്ടോ. ചെറുതാളൊരു ദിവസം ഞാൻ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കുന്നതിൻ്റെ. അപ്പം അതാണ് ഇപ്പോഴും എടുക്കുന്നത്. നമുക്ക് ഒരുപാടൊന്നും വേണ്ട മുഖത്ത് തേക്കാനായിട്ട്, കുറച്ച് മതി. അപ്പം ഞാൻ എൻ്റെ മുഖമൊക്കെ നല്ല ഇതാക്കി എടുത്ത് കേട്ടോ. നമ്മൾ ഈ ചൂട് സമയത്തൊക്കെ മുഖത്തുണ്ടെന്ന വലിച്ചിലും എല്ലാം നമുക്ക് മാറിക്കിട്ടും. നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ റിസൾട്ട് പറയാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പോൾ മറക്കണ്ട, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക കേട്ടോ. ഞാൻ മറ്റേ മുൾട്ടാണിമിട്ടിയുടെ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങാടിക്കടയിൽ നിന്നാണ് പൊടി മേടിക്കുന്നത്. പിന്നെ നമ്മുടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, തൈരും കാര്യങ്ങളൊക്കെ. അപ്പം ഇനി തൈര് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പാല് ചേർത്താണെങ്കിലും മുഖത്ത് തേക്കാം കേട്ടോ. എന്നാലും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ ഉണക്ക സമയത്തൊക്കെ നമ്മുടെ മുഖത്തൊക്കെ അല്ലേ പൗഡറൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം ഇങ്ങനെ ഒരുമാതിരി ഇവിടം ഈ സൈഡൊക്കെ ഇങ്ങനെ ഒരുമാതിരി മൊരിഞ്ഞിരിക്കും. നമ്മൾ മുഖം കഴിയേച്ച് വന്ന് പൗഡർ ഇടുമ്പോഴത്തേക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാനാണ് ഇങ്ങനെയുള്ള പായ്ക്കൊക്കെ മുഖത്തിടുന്നത്. അപ്പോൾ നമുക്കിനി ഇതുപോലെയുള്ള പുതിയ പുതിയ പായ്ക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാമേ.